Hi, malayalam TiPZz A എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ നമ്മൾ ചിരട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചിരട്ട വെച്ചൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് ഇനി നമ്മൾ ചിരട്ട വെച്ചൊരു സീലിംഗ് ലാമ്പ് അഥവാ ഒരു സീലിംഗ് ലൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് വീട്ടിൽ തന്നെ. അപ്പോൾ ഇത് കൂടി ഒരു സീലിംഗ് ലാമ്പ് നമ്മൾ മാർക്കറ്റിൽ മേടിക്കണമെങ്കിൽ ഒരു 1500 രൂപ തൊട്ട് മുകളിലേക്ക് പ്രൈസ് നോക്കിയാൽ മതി, സ്റ്റാർട്ടിംഗ് പ്രൈസ്. പക്ഷേ നമ്മൾ അതേ സെയിം സാധനം ഒരു 500 രൂപ ബഡ്ജറ്റിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു വീഡിയോയ്ക്കായിട്ട് ഇതേപടി 5 വലിയ തേങ്ങ എടുക്കാം. അപ്പം 5 എണ്ണം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 4 വേണ്ടവർക്ക് 4 എടുക്കാം, 6 വേണ്ടവർക്ക് 6 എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങയുടെ പുറത്തുള്ള നാരെല്ലാം നമുക്കൊരു കട്ടർ ഉപയോഗിച്ച് നൈസായിട്ട് ഉരസി കളയാം. നമുക്കിവിടെ ഈ കട്ടറിന് പകരം വേണമെങ്കിൽ സാൻഡ് പേപ്പർ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ സാൻഡ് പേപ്പർ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ച് നേരം എടുക്കുമെന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആ നാര് കളഞ്ഞൊരു തേങ്ങയുടെ ടോപ്പിൽ, അതായത് ആ കണ്ണിൻ്റെ ഭാഗത്ത് ഇതേപടി ഒരു കപ്പ് കമത്തി വെച്ചതിന് ശേഷം അതിൻ്റെ വക്ക് നോക്കി നമുക്കൊരു സ്കെച്ച് ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപടി ബാക്കിയുള്ള 5 തേങ്ങയിലും നമുക്ക് ഇതേപടി സ്കെച്ച് ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ആദ്യത്തെ 3 തേങ്ങയിലും ഇതേപടി നൈസായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപടി ബാക്കിയുള്ള 2 തേങ്ങയിലും മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത തേങ്ങയുടെ അടിഭാഗത്ത്, അതായത് തേങ്ങയുടെ വലിയ ഭാഗത്ത് ഇതേപടി ഡ്രില്ലർ ഉപയോഗിച്ച് നമുക്കൊരു ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഹോൾ ഇടുന്നതിന് മുമ്പ് മുൻകരുതൽ എന്ന രീതിക്ക് നമുക്ക് ആ തേങ്ങയുടെ അടിയിൽ ചെറിയൊരു മാറ്റ് വിരിക്കണം. ഈ മാറ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രില്ലറിൻ്റെ ഫോഴ്സ് കാരണം ആ തേങ്ങ തെന്നി മാറാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷൻ്റെ അടിയിൽ ഇതേപടി നൈസായിട്ട് നമ്മൾ ഡ്രില്ലർ ഉപയോഗിച്ച് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കപ്പ് ഉപയോഗിച്ച് ആദ്യമേ മാർക്ക് ചെയ്ത പോർഷൻ ഇതേപടി ഒരു കട്ടർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി കട്ടർ ഇല്ലെങ്കിൽ മുമ്പത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമുക്കൊരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ കഴിയുന്നതായിരിക്കും. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത പോർഷൻ ഇതേപടി കത്തി ഉപയോഗിച്ചെടുത്ത് കളയാം. അതിനുശേഷം അതിൻ്റെ അകത്തിരിക്കുന്ന കാമ്പ് അതേ കത്തി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതേപടി കൊത്തി എടുത്ത് കളയാൻ കഴിയുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തിരിക്കുന്ന കാമ്പ് നമുക്ക് ചിരണ്ടിയെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള തേങ്ങയുടെ ടോപ്പിലെ ഭാഗവും കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഇതേപടി ഒരു പീസ് എടുക്കാം. അപ്പം ഈ ഒരു പീസിൽ ഹോൾഡർ ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ കാണുന്ന ഹോളുകളൊന്നും നമുക്ക് ഒട്ടും തന്നെ ആവശ്യമില്ലാത്തതാണ്. നമുക്ക് ആകെപ്പാടെ ഇതേപടി ഒരു ഉരുണ്ട പീസ് വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പീസ് നിങ്ങൾക്ക് വീട്ടിൽ ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ വലിയ ബക്കറ്റിൻ്റെ ഒക്കെ അടപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പീസിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഒരു ഗോൾഡൻ കളർ അടിച്ചേക്കാം. നമുക്കിനി ഒരു റിങ്ങിൻ്റെ ചുറ്റും 3 ഭാഗത്ത് ഇതേപടി നമുക്ക് കുറച്ച് വള്ളി കെട്ടി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 വള്ളിയും ചേർന്നിരിക്കേണ്ടതിനായിട്ട് നമുക്ക് ഇതേപടി ഒരു മുത്ത് അതിൻ്റെ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ ആ മുത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ആ മുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നതിനായിട്ട് നമുക്ക് അവിടെ ഒരു കെട്ട് ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഈ വീഡിയോയ്ക്കായിട്ട് ഇതേപടി പല കളറിലുള്ള ഹീറോ ബൾബാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ആ ഒരു ബൾബിലേക്ക് ഇതേപടി വയർ സോൾഡർ ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ ഇതേപടി 6 ചിരട്ടയും 6 വ്യത്യസ്തങ്ങളായ ബൾബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ 5 ബൾബും 5 തേങ്ങ എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് ഒരു തേങ്ങയും കൂടെ കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ 6 ബൾബും 6 തേങ്ങ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വയറുകൾ ഓരോന്ന് ഈ തേങ്ങയുടെ ഓരോ ഹോളിൽ കൂടെ
പുറത്തേക്ക് എടുക്കാം നമുക്ക്. ഇനി നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു റിങ് ഒരു കമ്പിയിലേക്ക് കോർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഹോൾഡറിൻ്റെ ഭാഗത്തൂടെ നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈറ്റ് പിടിപ്പിക്കാൻ പോവാണ്. ഇതേപടി വെച്ചതിന് ശേഷം നമുക്കവിടെ കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ച് ഇതേപടി ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പീസും മൂന്നാമത്തെ പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ലൈറ്റ് ആ ഹോൾഡറിൻ്റെ ഇടയ്ക്കൂടെ ഈസി ആയിട്ട് ഒട്ടിച്ചു വെച്ചു. പക്ഷേ ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം നമ്മൾ കെട്ടിവെക്കുന്നത് വേറെ മെത്തേഡ് വഴിയാണ്. നമ്മളിവിടെ 2 മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപടി ചുമ്മാ കെട്ടിവെക്കുക എന്നേ ഉള്ളൂ. രണ്ടാമത്തെ മെത്തേഡ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് പുറകെ നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു വയർ ആദ്യമേ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് നൈസായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ടൈറ്റായിട്ട് ഒന്നുകൂടി ഇരിക്കുന്നതിനായിട്ട് നമ്മൾ ചെറിയൊരു നൂല് വെച്ച് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. റിങ്ങിൻ്റെ മുൻപിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമ്മളതെങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ 6 ബൾബും നേരത്തെ പറഞ്ഞ 2 മെത്തേഡിലൂടെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ആ ഒരു റിങ്ങിലേക്ക്. അതിനുശേഷം നമ്മുടെ ഈ ടോപ്പിൽ 12 വയറുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ വയറുകളൊക്കെ എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ 6 ബൾബാണ് യൂസ് ചെയ്യുന്നത്. അതായത് 12 വയർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ 6 ബൾബിൻ്റെയും ഓരോ വയർ വീതം ജോയിൻറ്റ് ചെയ്ത് നമ്മൾ ഇതേപടി ഒരു വയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചിരിക്കുന്ന വയർ കണ്ടോ? അതേപടി ആ 6 ബൾബിൻ്റെയും മിച്ചം വരുന്ന വയറുകൾ ജോയിൻറ്റ് ചെയ്ത് നമ്മൾ ഇതേപടി ഒരു വയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആ 12 വയർ ജോയിൻറ്റ് ചെയ്ത് 2 വയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം എങ്ങനെ പിരിച്ചു വെച്ചതെന്ന് ജസ്റ്റ് ടൈം ലാപ്സിലൂടെ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെന്ന്. അങ്ങനെ നമ്മുടെ സീലിംഗ് ലാമ്പ് ഏകദേശം ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഈ ചിരട്ടയിൽ പോളിഷ് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ പോളിഷ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ പോളിഷ് ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക്. ഇനി നമുക്ക് ഈ വയറുകളിലേക്ക് കറണ്ട് കണക്ഷൻ കൊടുത്ത് നോക്കാം. ആഹാ, അങ്ങനെ നൈസായിട്ട് നമ്മുടെ ഒരു സീലിംഗ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സീലിംഗ് ലാമ്പ് എന്തേരം ഭംഗിയായിട്ട് കത്തുന്നുണ്ടെന്ന് രാത്രി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനോട് എനേബിൾ ആക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.